ഞാൻ ജനിച്ചത് സമ്പന്നതയുടെ മടുത്തട്ടിലാണെങ്കിലും ജനിച്ച് 15 വർഷവും 6 മാസവും 22 ദിവസവും കഴിഞ്ഞപ്പോ എന്റെ ഡാഡിയുടെ ബിസിനസ് എല്ലാം പൊളിഞ്ഞു. ഇപ്പൊ കുത്തുവാളെ എടുത്തിരിക്കുക. പക്ഷെ എന്റെ ഡാഡിക്ക് ആ സത്യം ഇതുവരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഒരു കോടീശ്വരനാണെന്നുള്ള മട്ടില്ല ഡാഡി ഇപ്പോഴും ജീവിക്കുന്നത്. ഡാഡിയെ ആ സങ്കല്പ ലോകത്ത് നിർത്താൻ വേണ്ടിയാ ഞാനൊരു കോടീശ്വരനായിട്ട് അഭിനയിക്കുന്നത്. ഓ, സൂര്യനായി തഴുകി ഉണർത്തുന്ന അച്ഛനെയാവും നിനക്കിഷ്ടം. കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ച സത്യം ശിവം സുന്ദരം എന്ന സിനിമ ഞാനും പണ്ട് TV കണ്ടിട്ടുണ്ട്. അങ്ങനെയുണ്ടോ? കഷ്ടം. കോടീശ്വരനാണെന്ന് പറഞ്ഞിട്ട് എന്നെ ചീറ്റ് ചെയ്തിട്ട് എന്റെ മുമ്പിൽ ഇനി കൂടുതൽ വേഷം കിട്ടി ഇറക്കണ്ട. അല്ല, ഞാൻ എന്ത് ചീറ്റ് ചെയ്തെന്നാ പറയുന്നേ? കള്ളം പറഞ്ഞ് ഞാൻ പ്രേമിച്ചോ? ഇല്ലല്ലോ. ഞാൻ കോടീശ്വരനാണെന്ന് താൻ തെറ്റിദ്ധരിച്ചത് എന്റെ കുഴപ്പമാണോ? ഓ, ഇപ്പൊ തെറ്റിയൊരു ഞാനായോ? നിന്റെ ബോസും പത്രാസും കണ്ട് ഞാൻ തെറ്റിദ്ധരിച്ചപ്പോ നീ എന്താ തിരുത്താതിരുന്നേ? നിനക്ക് വലിയ വലിയ ബിസിനസ്സുകളുണ്ടെന്ന് എന്തിനാ തള്ളിയത്? അത് പിന്നെ അങ്ങനെയൊക്കെ കേൾക്കുമ്പോ എനിക്കൊരു സന്തോഷം തോന്നിയില്ലേ? ആ സന്തോഷം കെടുത്തണ്ടെന്ന് കരുതി ഞാനൊരു കാശുകാരനായിട്ട് അഭിനയിച്ചു. ലോക സമസ്ത സുഖനോ ഭവന്തു, അതാണ് എന്റെ ലൈനെന്ന് തനിക്കറിയാലോ. നീ കോടീശ്വരനാണെന്ന് വിചാരിച്ച് ഞാൻ എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടുന്നറിയോ? ഞാൻ നിന്റെ ഫ്രണ്ട്. ഞാൻ കാശുകാരനാണെങ്കിലും അല്ലെങ്കിലും നിനക്കെന്താ? കൈ കാശില്ലാത്ത ഫ്രണ്ടിനെ എനിക്ക് വേണ്ട. എന്താ പിന്നെ അങ്ങ് പോ. എത്ര പരിപ്പടിയും ബോണ്ടയും വാങ്ങി തന്ന ആ അശോകേട്ടന്റെ ചായക്കടയിൽ പറ്റുമ്പോഴേ നീ ഒറ്റ ദിവസം ഉണ്ടാക്കിയതാ. നന്ദി അവനോടി, നന്ദി. വീണ്ടും വീടെന്ന് പറയാൻ ശ്രമിക്കുകയാണോ? പറയൂ. കുട്ടിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ, പിന്നെ പിന്നെ കുട്ടി വീണ്ടും പറയാൻ ശ്രമിക്കൂ.